ടെലിവിഷൻ പ്രേക്ഷകരുടെ ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പവിത്രം. പവിത്രം പരമ്പര ആരംഭിച്ച് അന്നു മുതൽ പ്രേക്ഷകർ വളരെ പെട്ടെന്നാണ് പരമ്പരയെ ഏറ്റെടുത്തത്. അതുപോലെ പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായിരുന്നു. എന്നാൽ പരമ്പര പെട്ടെന്ന് അവസാനിച്ചത് പ്രേക്ഷകർക്ക് ഒട്ടും തന്നെ അംഗീകരിക്കാൻ സാധിച്ചില്ല. അതുപോലെ പരമ്പരയുടെ ക്ലൈമാക്സ് എപ്പിസോഡുകൾ ഒരിക്കലും പ്രേക്ഷകരെ സന്തോഷവാന്മാരാക്കിയതുമില്ല. ഏറെ നിരാശപ്പെടുത്തുന്ന ഒരു ക്ലൈമാക്സ് തന്നെയായിരുന്നു പവിത്രം പരമ്പരയുടേത്. പെട്ടെന്ന് ഇങ്ങനെ പരമ്പര അവസാനിച്ചതിലും പ്രേക്ഷകർ ഏറെ നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മെയ് 18-ാം തീയതി പവിത്രം സീരിയലിൻ്റെ 2ാം ഭാഗം വരും എന്നായിരുന്നു അണിയറ പ്രവർത്തകർ അനൗൺസ്മെൻറ്റ് ചെയ്തിരുന്നത്. പിന്നീട് മെയ് 25-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. മെയ് 25-ന് പരമ്പര ആരംഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് പ്രോമോ വീഡിയോകളും മറ്റും ഏഷ്യാനെറ്റ് ചാനൽ പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് പ്രേക്ഷകരെ ഏറെ വിഷമിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. മെയ് 25-ാം തീയതി പരമ്പര പുറത്തുവിടുന്നില്ല. പകരം ജൂൺ 1-ാം തീയതി മുതൽ ഏഷ്യാനെറ്റിൽ 9 മണിക്ക് ഇവർ വിവാഹിതരായാൽ എന്ന പുതിയ പരമ്പരയാണ് ആരംഭിക്കുന്നത്. പവിത്രം പരമ്പര പ്രതീക്ഷിച്ചിരുന്ന പ്രേക്ഷകർക്ക് വലിയൊരു അടി തന്നെയാണ് ഇപ്പോൾ പുതിയ പരമ്പര ആരംഭിക്കുന്നത്. അത് പുതിയ പരമ്പര ആരംഭിക്കുന്നത് കൊണ്ട് തന്നെയാണോ പവിത്രം പരമ്പര മാറ്റിവെച്ചത് എന്നും പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിനുള്ള വ്യക്തമായ ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഇതാ പരമ്പരയിലെ വിക്രം എന്ന നായക കഥാപാത്രത്തെ അവതരിച്ചിരുന്ന ശ്രീകാന്ത് ശശിധരൻ എന്ന താരം തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ്. പ്രേക്ഷകരോടാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളിൽ പലരും വളരെ ക്ഷമയോടെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇനിയും പറയാനുള്ളതും തുറന്നു കാണിക്കാനുള്ളതും വളരെ കൂടുതലായിട്ടുണ്ട്. കാരണം ചില മുറിവുകൾ അത്ര എളുപ്പത്തിൽ മായുന്നവയല്ല. വിക്രം സുധാകരൻ ഇനിയും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവൻ്റെ വേദനയും നിശബ്ദയും ഉള്ളിലെ തീയും ഇതെല്ലാം കൂടി ഇനിയും വലുതായിട്ട് ഒരു യാത്രയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഓരോ ദിവസവും നിങ്ങൾ നൽകുന്ന സ്നേഹവും ആവേശവും വികാരങ്ങളും ഞങ്ങൾക്ക് എല്ലാം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ക്ഷമയോടെ കൂടെ ഉണ്ടാകണം. ചില യാത്രകൾ കാത്തിരിപ്പിന് അർഹതയുള്ളതാണ്. ഈ യാത്ര അതിലും കൂടുതൽ ആയമുള്ളതും ശക്തവുമായ വികാരപരിതവുമായി മാറും. ഈ സീസൺ ഒരു തിരിച്ചുവരവ് മാത്രമല്ല, ഇത് വേദനയുടെ കഥയാണ്, സ്നേഹത്തിൻ്റെ കഥയാണ്, ത്യാഗത്തിൻ്റെ കഥയാണ്, അതിജീവനത്തിൻ്റെ കഥയാണ്. സീസൺ 1 മുതൽ വിക്രത്തിനും പവിത്രത്തിൻ്റെ നിങ്ങൾ നൽകിയ സ്നേഹം അതുല്യമാണ്. പ്രോമോ സോങ്ങിന് ലഭിച്ച പ്രതികരണം അത് കണ്ടതിനു ശേഷം ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിട്ട് തന്നെയായിരിക്കും ഞങ്ങൾ തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്നേഹം വേണം. കാത്തിരിപ്പായതുകൊണ്ട് കുറച്ചുകൂടി വേണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാത്തിരിപ്പിന്